ദേശാഭിമാനി വാരാന്ത പതിപ്പ് മൊത്തത്തിൽ ആകപ്പാടെ കലങ്ങി മറിഞ്ഞിരിക്കുക. ഒടുവിൽ പാർട്ടി ഇതിൽ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ദേശാഭിമാനി വാരാന്ത പതിപ്പ് വിവാദത്തിൽ ന്യൂസ് എഡിറ്റർ KR അജയനെ വാരാന്ത പതിപ്പ് ചുമതലയിൽ നിന്ന് മാറ്റാൻ ആലോചന. വിവരം പുറത്തു വന്നതിൽ അജയന് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് മാനേജ്മെന്റ്. KR അജയന്റെ മുറി വിവാദത്തിന് പിന്നാലെ കൂട്ടി. അതേസമയം കള്ളൻ വിജയൻ എന്ന പേരിൽ ഒരു ലേഖനമില്ലെന്ന് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ M സുരാജിന്റെ വാദം പൊളിയുന്നു. ദേശാഭിമാനി കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയ കള്ളൻ വിജയൻ ലേഖനം ലേഖകൻ TC രാജേഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അജയനെതിരെ നടപടി വരുന്നു. എഡിറ്ററായ KR അജയനാണ് ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിന്റെ ചുമതലയുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസ് മുറി പൂട്ടി എന്നൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നടപടികളിലേക്ക് പാർട്ടി കടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? രണ്ടാമത്തത്, റെസിഡന്റ് എഡിറ്റർ പറഞ്ഞ കാര്യം വാസ്തവമല്ല എന്നാണോ ഇപ്പോൾ തെളിയുന്നത്? ലേഖനം എഴുതിയ ആൾ തന്നെ അത് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നു. ആ ലേഖനം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് വിവാദത്തിൽ പാർട്ടി നിർദ്ദേശമനുസരിച്ച് മാനേജ്മെന്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അടിയന്തരമായി 4 മണിക്ക് മുമ്പ് വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടൊരു നോട്ടീസ് നൽകിയത്. ഒരു തെറ്റും തന്റെ ഭാഗത്തു നിന്ന് ഇല്ല എന്ന് കാണിച്ച KR അജയൻ മറുപടി നൽകുകയും ചെയ്തു. ഈ വിവാദത്തിന് പിന്നാലെ തന്നെ ഇത് പുറത്തു വന്നതിലും അജയൻ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന സംശയം മാനേജ്മെന്റിലെ ചില ആളുകൾക്കുണ്ട്. അതുകൊണ്ടാണ് അജയന് അനുവദിച്ചിരുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത്. കമ്പ്യൂട്ടർ അടക്കം പരിശോധിക്കുന്നതിന് വേണ്ടി അവരുടെ ഇന്റേണൽ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരം നീക്കം എന്നറിയുന്നു. അതിൽ അവർക്ക് സംശയിക്കാൻ കാരണം അജയനോട് ഈ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിലുള്ള ഫീച്ചർ ഒഴിവാക്കണം എന്ന് ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഫീച്ചർ കൊടുക്കണം, അതിൽ പാർട്ടി വിരുദ്ധമായി ഒന്നുമില്ല എന്ന നിലപാടിലായിരുന്നു അജയൻ നിന്നത്. ആ തർക്കം കാരണമാണ് മറ്റൊന്ന് ഉൾക്കൊള്ളിച്ച് വാരാന്ത്യപ്പതിപ്പ് മിനിഞ്ഞാന്ന് പുറത്തിറക്കാൻ കഴിയാതിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വാശിയിൽ പുറത്തിത് അജയൻ എത്തിച്ചതാണോ എന്ന സംശയം ഇതിനകത്തുണ്ട്. മറ്റൊന്ന്, M സ്വരാജ് പറഞ്ഞ വാദം സ്വാഭാവികമായും അന്ന് തന്നെ ഏതാണ്ട് പൊളിഞ്ഞിരുന്നു. കാരണം TC രാജേഷ് സിന്ധു എൻ്റെ ഭാഗത്ത് നിന്നാണ് പിഴവ്, ആ ലേഖനം എൻ്റേതാണ് എന്ന് അന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിന് പിന്നാലെ ഈ S വിജയകുമാർ എന്ന പേരുള്ള കള്ളൻ വിജയൻ എന്ന് വിളിപ്പേരുള്ള ആള് നമ്മളോട് സംസാരിച്ചപ്പോൾ ദേശാഭിമാനിയിൽ നിന്ന് 2 പേർ വന്നിരുന്നു, വിവരങ്ങൾ എടുത്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായതാണ്. ഇന്നലെ രാത്രി ഈ TC രാജേഷ് സിന്ധു, കള്ളൻ വിജയൻ, ധന്യ നാടക ഗ്രാമം, മുത്തുത്തിപ്പാറ PO എന്ന തലക്കെട്ടിൽ, എന്താണോ ദേശാഭിമാനിയിൽ തലക്കെട്ടായി അദ്ദേഹം കൊടുത്തത്, ആ തലക്കെട്ടിൽ ആ ലേഖനത്തിന്റെ പൂർണ്ണ രൂപം ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയാതെ പോയ കള്ളൻ വിജയൻ എന്ന് പറയുന്ന ലേഖനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവമല്ല, അത് വേറെ സംഭവമാണ്. ആ സംഭവം ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ ആ ടൈറ്റിൽ പ്രശ്നമുണ്ടാക്കും എന്ന് ചിലർക്ക് തോന്നി. അതുകൊണ്ടാണ് ആ ലേഖനം അതിൽ നിന്ന് ഒഴിവാക്കിയത്. പക്ഷെ ഒഴിവാക്കുന്ന സമയമായപ്പോഴേക്കും അത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ പ്രിന്റ് ചെയ്തു, പബ്ലിഷ് ചെയ്തില്ല. KR അജയനാണ് അതിൻ്റെ റെസിഡന്റ് എഡിറ്റർ. അപ്പോൾ എന്തായാലും പണി KR അജയന് വരുന്നുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. ഓഫീസ് മുറി പൂട്ടി എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ വാരാന്ത പതിപ്പിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് റഹീസ് റഷീദ് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ട്